യൂണീക്ക് എജു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSA നാച്ചുറൽ സയൻസ് സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് ഇത്. HSA മാത്രമല്ല, കേട്ടഡ് കാറ്റഗറി 3, സെറ്റ് സുവോളജി, ബോട്ടണി, അതുപോലെ മറ്റ് PSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെഫർ ചെയ്യാവുന്ന വീഡിയോസാണിതെല്ലാം. ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ആനിമൽ ഡൈവേഴ്സിറ്റിയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ സിലബസ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് സിലബസ് അനാലിസിസിൻ്റെ വീഡിയോ, അതെല്ലാവരും കാണണം. സിലബസ് ഒന്നുകിൽ പ്രിൻ്റ് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ എഴുതി സൂക്ഷിക്കുകയോ വേണം. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ആനിമൽ ഡൈവേഴ്സിറ്റിയാണ്. ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ ഓരോ കിണ്ടത്തെ പറ്റിയും ക്ലാസിഫിക്കേഷനാണുള്ളത്. ഓരോ കിണ്ടത്തെ പറ്റിയും പഠിക്കണം. അതിൻ്റെ ഓരോന്നിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ ഫസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്, ഏതൊക്കെ ആണ് കിങ്ഡംസ്, അതിനെപ്പറ്റി, അതുപോലെ മുന്നേ ഉണ്ടായിരുന്ന ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അതിൽ വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നതിന് മുന്നേ നമുക്കറിയാം 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തിയത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ മെയിനായിട്ട് അതിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാഹ്യഘടന ബേസ് ചെയ്തിട്ട്, നമുക്കറിയാം PSC എക്സാം മലയാളത്തിലായിരിക്കും നമ്മുടെ HSA എക്സാം. അപ്പം മലയാളത്തിലുള്ള വേർഡ്സ് കൂടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കണം. മോർഫോളജിക്കൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബാഹ്യഘടനയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആനിമൽസ് അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. രണ്ടായിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തത്, പ്ലാന്റ്സ് എന്നും ആനിമൽസ് എന്നും. പ്ലാന്റ്സിനെ അദ്ദേഹം വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. ട്രീസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, മരങ്ങളാണ്. ഈ ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ, അതുപോലെ ഹെർബ്സ് എന്ന് പറഞ്ഞാൽ ഔഷധികളാണ്. പിന്നെ ആനിമൽസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: വിച്ച് ഹാഡ് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ദോസ് ദാറ്റ് ഡിഡ് നോട്ട്. അതായത് ചുവന്ന രക്തമുള്ളവയെന്നും ചുവന്ന രക്തമില്ലാത്തവയെന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്ത വേറൊരു വ്യക്തിയാണ് കോളിനിയസ്. ലീനിയസ് എന്താ, പ്ലാന്റ് എന്നും ആനിമേലിയ എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പോൾ നമുക്കറിയാം 2 കിങ്ഡം എന്ന് പറയുമ്പോൾ അതിൽ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. എന്നാൽ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും ക്യാരക്ടർ അല്ലാണ്ട് മറ്റ് ക്യാരക്ടർ കാണിക്കുന്ന കുറേ ഓർഗാനിസവും ഈ ലോകത്തുണ്ടല്ലേ. അപ്പോൾ വീണ്ടും കുറേ ക്ലാസിഫിക്കേഷൻസ് കുറേ സയൻറ്റിസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് 3 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് എത്തുന്നത്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ അതിൽ പ്രോട്ടിസ്റ്റ, പ്ലാന്റ്സ്, ആനിമൽസ് എന്ന് പറയുന്ന 3 കിങ്ഡമായിട്ട് ഡിവൈഡ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും കുറേ ഓർഗാനിസത്തിനെയൊക്കെ കണ്ടെത്തുകയല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. പിന്നെ അവർക്കും വേറെ ക്യാരക്ടർ, ഈ 3ലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഓർഗാനിസത്തിനെ പറ്റി സ്റ്റഡി ചെയ്തു. അങ്ങനെ വീണ്ടും 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നു. അപ്പോൾ മൊണീറ, പ്രോട്ടിസ്റ്റ, പ്ലാന്റ് ആൻഡ് അനിമേലിയ എന്ന് പറയുന്ന ഒരു 4 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് എത്തുകയുണ്ടായി. അതും കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, വിറ്റാക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് പ്രൊപ്പോസ് ചെയ്തത് എന്നത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെല്ലാവരും ഓർത്തിരിക്കണം. റോബർട്ട് H. വിറ്റാക്കറാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത്. ഇനി നമുക്ക് 5 കിങ്ഡം ഏതൊക്കെയാണെന്ന് നോക്കാം. റോബർട്ട് H. വിറ്റാക്കറിൻ്റെ 5 കിങ്ഡംസ് ഇതൊക്കെയാണ്. മൊണീറ എന്ന് പറയുമ്പോൾ അതിൽ പ്രോകാരിയോട്സ് മാത്രമേ ഇൻക്ലൂഡഡ് ഉള്ളൂ. ദെൻ പ്രോട്ടിസ്റ്റയിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്സ് ആണ്. ഫഞ്ചയിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഹയർ ഫംഗി വരുന്നതാണ്. അതുപോലെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൽ മൾട്ടി സെല്ലുലാർ, നമുക്കറിയാം ഗ്രീൻ പ്ലാന്റ്സും അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൽഗയാണ് പ്ലാന്റിൽ വരുന്നത്. അനിമേലിയയിലാണെങ്കിൽ മൾട്ടി സെല്ലുലാർ ആനിമൽസ് ആണ് വരുന്നത്. അപ്പോൾ ഈ കിങ്ഡത്തിൻ്റെയൊക്കെ എക്സാക്ട് മലയാളം നെയിംസ് ഇത് തന്നെയാണ്: മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റ്, അനിമേലിയ. അപ്പോൾ മലയാളത്തിലും ഇങ്ങനെ തന്നെയായിരിക്കും ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ക്ലാസ് NCERT ടെക്സ്റ്റ് +1 ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. അതായിരിക്കും എക്സാം ചോദിക്കുന്നത്. പിന്നെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് NCERT അതുപോലെ ഡിഗ്രിയിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി നോക്കേണ്ടത് മെയിൻ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്നാണ്. റോബർട്ട് H. വിറ്റാക്കർ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്താനുണ്ടായ ക്രൈറ്റീരിയ എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത്.
അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ സെൽ സ്ട്രക്ചർ, സെല്ലിൻ്റെ സ്ട്രക്ചർ, അതുപോലെ താലസ് ഓർഗനൈസേഷൻ. ഈ താലസ് ഓർഗനൈസേഷൻ എന്താണെന്ന് അറിയാമായിരിക്കും. അതായത് ബോഡി ഓർഗനൈസേഷൻ, എങ്ങനെയൊക്കെയുള്ള ബോഡിയാണ്, സെല്ലാണോ, സെല്ലുലാർ ലെവലാണോ, ടിഷ്യൂ ലെവലാണോ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഒരു ബേസ് ചെയ്തിട്ടും. അതുപോലെ മോഡ് ഓഫ് ന്യൂട്രീഷൻ, എങ്ങനെയാണ് പോഷണ രീതി, മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ പോഷണ രീതിയാണ്. അതുപോലെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, പ്രത്യുൽപാദന രീതി എങ്ങനെയാണ് അതിൻ്റെ ബേസിലും. അതുപോലെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പിൻ്റെ മലയാള വാക്ക് പരിണാമ ബന്ധങ്ങൾ എന്നാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കാം. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ പരിണാമ ബന്ധങ്ങൾ. ഈ ഒരു ഇത്രയും ക്രൈറ്റീരിയ വെച്ചിട്ടാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ഇനി നമുക്ക് ഓരോ കിങ്ഡത്തെ പറ്റിയുള്ള ഒരു ഔട്ട്ലൈൻ നോക്കാം. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റിലുള്ള ടേബിളാണ്. നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സാം നമ്മൾ മലയാളം ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. പിന്നെ ചില വേർഡ്സൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാനാണ് അവർ ഇംഗ്ലീഷ് ടേബിളും കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കോശവിഭാഗം അനുസരിച്ച് അവയെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അതായത് കോശവിഭാഗം എന്ന് പറയുന്നത് സെൽ ടൈപ്പ്. അപ്പോൾ മൊണീറയുടെ സെൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രോക്യാരിയോട്ടാണ്. ബാക്കിയെല്ലാം പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ ഇവയൊക്കെ യൂക്യാരിയോട്സ് ആണ്. നെക്സ്റ്റ് കോശഭിത്തി എന്ന് പറഞ്ഞാൽ സെൽ വോളാണ്. ഈ കോശഭിത്തിയിൽ മൊണീറയുടെ കോശഭിത്തി എന്ന് പറയുന്നത് സെല്ലുലോസ് നിർമ്മിതമല്ല, നോൺ സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വോളാണ് മൊണീറയ്ക്കുള്ളത്. എന്നാൽ അവയുടെ സെൽ വോൾ പ്രോക്യാരിയോട്ട് പ്ലസ് അമിനോ അമ്ലം, അതായത് അമിനോ ആസിഡ്സ്, പ്രോക്യാരിയോട്സും അമിനോ ആസിഡ്സും നിർമ്മിച്ചിട്ടുള്ള സെൽ വാളാണ് മൊണീറയ്ക്കുള്ളത്. അടുത്തത് പ്രോട്ടിസ്റ്റയിൽ ചിലതിൽ സെൽ വാൾ ഉണ്ട്, എന്നാൽ ചിലതിൽ സെൽ വാൾ ഇല്ല. അടുത്ത ഫഞ്ചയിലാണെങ്കിൽ സെൽ വാൾ ഉണ്ട്, എന്നാൽ അതെങ്ങനെയല്ല, സെല്ലുലോസിക് അല്ല, നോൺ സെല്ലുലോസിക് ആണ്. പക്ഷേ അത് കൈറ്റിനുണ്ട്, കൈറ്റിൻ നിർമ്മിതമാണ്. കൈറ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സെൽ വാളാണ് ഫഞ്ചയ്ക്കുള്ളത്. അടുത്ത പ്ലാന്റയുടെ സെൽ വാൾ എന്ന് പറഞ്ഞാൽ സെല്ലുലോസ് ആണ്. അത് നമുക്കറിയാം. പ്ലാന്റ്സിന് സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വാളുണ്ട്. ആനിമൽസിന് എന്തില്ല, സെൽ വാളില്ല, അത് നമുക്കറിയാം. അടുത്ത മർമ്മസ്തരം എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂക്ലിയർ മെംബ്രെയിൻ നോക്കാം. മൊണീറയ്ക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, നമുക്കറിയാമല്ലേ. ബാക്ടീരിയാസിനൊന്നും ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അടുത്തത് പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ ഇവയ്ക്കൊക്കെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, അഥവാ മർമ്മസ്തരം ഉണ്ട്. അടുത്ത് നമ്മൾ പറഞ്ഞ ബോഡി ഓർഗനൈസേഷൻ അഥവാ ശരീര രൂപീകരണം എങ്ങനെയാണെന്ന് നോക്കാം. മൊണീറ നമുക്കറിയാം ഏകകോശം, സെല്ലുലാറാണ്, അതായത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് മൊണീറയിൽ വരുന്നത്. അടുത്ത പ്രോട്ടിസ്റ്റ എന്ത് തന്നെയാണ്, യൂണിസെല്ലുലാർ, നമുക്കറിയാമല്ലേ, ഒരു സെല്ലേ ഉള്ളൂ. അടുത്ത ഫഞ്ചൈ ആണെങ്കിൽ ബഹുകോശമാണ്, മൾട്ടി സെല്ലുലാർ ആണ്. എന്നാൽ അതിൻ്റെ കൂടെ ഒരു പോയിന്റ് കൂടെ പഠിച്ചു വയ്ക്കുക, ലൂസ് ടിഷ്യൂ, അതായത് മൾട്ടി സെല്ലുലാർ ആണ്, എന്നാൽ ടിഷ്യൂലേക്ക് കംപ്ലീറ്റ്ലി കടന്നിട്ടില്ല, ലൂസ് ടിഷ്യൂ ആണ്. അടുത്ത പ്ലാന്റ് വരികയാണെങ്കിൽ അവ എന്താണ്, ടിഷ്യൂസും ഉണ്ട്, ഓർഗൻസും ഉണ്ട്, കലകളും ഉണ്ട്, അവയവവും ഉണ്ട്. നെക്സ്റ്റ് അനിമേലിയ നമുക്കറിയാം, ടിഷ്യൂസ് ഉണ്ട്, ഓർഗൻസ് ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്, കലകളുണ്ട്, അവയവമുണ്ട്, അവയവ വ്യൂഹവും ആർക്കുണ്ട്, അനിമേലിയയിലുള്ള ഓർഗാനിസത്തിന് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവരുടെ പോഷണ രീതി എങ്ങനെയാണെന്ന് നോക്കാം. പോഷണ രീതി എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഫസ്റ്റ് മൊണീറയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അവർ സ്വപോഷികളും പരപോഷികളുമാണ്. സ്വപോഷികൾ എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോപ്സ്, പരപോഷി എന്ന് പറഞ്ഞാൽ ഹെട്രോട്രോപ്പിക്. നമുക്കറിയാം സ്വപോഷികളിൽ തന്നെ 2 വിഭാഗം ആൾക്കാരുണ്ട്, രാസസംശ്ലേഷണം നടത്തുന്നവരും പ്രകാശ സംശ്ലേഷണം നടത്തുന്നവരും. അതായത് കീമോസിന്തറ്റിക് ആയിട്ടുള്ളവയും ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ളവരുമാണ് സ്വപോഷികളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതുപോലെ ഹെട്രോട്രോപ്പിക് ആയിട്ടുള്ളവ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ശവോപജീവികളും പരാദങ്ങളും. ശവോപജീവി എന്ന് വെച്ചാൽ എന്താ, സാപ്രോഫൈറ്റിക്കും അതുപോലെ പാരസൈറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഹെട്രോട്രോപ്പിക് ഓർഗാനിസത്തിൽ ഇൻക്ലൂഡഡ് ആണ്. അടുത്തത് പ്രോട്ടിസ്റ്റയുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ അവർ സ്വപോഷികളാണ്, അതുപോലെ പരപോഷികളുമാണ്. സ്വപോഷികളിൽ ആര് മാത്രമേ ഉള്ളൂ, പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ആൾക്കാർ മാത്രമേ സ്വപോഷികളിൽ വരുന്നുള്ളൂ. എന്നാൽ ഇനി ഫഞ്ചൈയിൽ വരുന്ന ആൾക്കാർ നോക്കിയാലോ, ഹെട്രോട്രോപ്പിക്കാണ്, അതായത് എന്താ, പരപോഷികളാണ് അല്ലേ. ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ ഹെട്രോട്രോപ്പിക്കാണ്, പരപോഷികളാണ്. അതിൽ സാപ്രോഫൈറ്റിക്കും പാരസൈറ്റിക്കും. സാപ്രോഫൈറ്റിക് എന്താണെന്ന് അറിയാലോ, ശവോപജീവികളും പരാദങ്ങളുമാണ് ഫഞ്ചൈയിൽ വരുന്നത്.
അടുത്തത് പ്ലാന്റിൽ വരുന്ന നമുക്കറിയാം സ്വപോഷികളാണ്, ഓട്ടോട്രോപ്പിക് ആണ്. ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് നടത്തുന്ന ഓർഗാനിസംസ് ആണ് നമ്മുടെ പ്ലാന്റിൽ വരുന്നത്. അടുത്തത് അനിമേലിയ. അനിമയിൽ വരുന്നത് ആരൊക്കെയാണ്? പരപോഷികൾ. നമുക്കറിയാം ഹെട്രോട്രോപ്പിക് ആണ് അനിമേലിയയിൽ വരുന്നത്. അതിൽ ജന്തുപോഷണം എന്ന് പറഞ്ഞാൽ ഹോളോസോയിക്. ഇതിൽ നോക്കിയാൽ മതി, ഹോളോസോയിക് ആണ് ജന്തുപോഷണം എന്ന് പറഞ്ഞാൽ ഹോളോസോയിക് എന്താ? നമ്മുടെ ഈ ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ ഈ പ്രോസസ്സൊക്കെ നടക്കുന്ന ഓർഗാനിസങ്ങളെയാണ് ജന്തുപോഷണം, ആ ഒരു ന്യൂട്രീഷനെയാണ് ജന്തുപോഷണം എന്ന് പറയുന്നത്, ഹോളോസോയിക്. അതുപോലെ ശവോപജീവികൾ എന്ന് പറഞ്ഞാൽ സാപ്രോഫൈറ്റിക്കും എവിടെ വരുന്നുണ്ട്? അനിമേലിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. നമ്മുടെ 5 കിങ്ഡം എങ്ങനെയാണ്, എന്തൊക്കെ ബേസ് ചെയ്തിട്ടാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഓരോ കോശവിഭാഗം, സെൽ ടൈപ്പ് എങ്ങനെയാണ്, സെൽ വോൾ എങ്ങനെയാണ്, ന്യൂക്ലിയർ മെമ്പറൈൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഇവയൊക്കെ എങ്ങനെയാണെന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ കിങ്ഡത്തെ പറ്റിയും ഓരോ ഫൈലത്തെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോരോ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അതിനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് ഓരോ വീഡിയോസായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.